അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം യാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഭവം, ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹും അതേ കാലഘട്ടത്തിൽ ജീവിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു ഇവർ രണ്ടാളും മരണപ്പെട്ടതിൻ്റെ ശേഷം ഇവ രണ്ടാളും സ്നേഹിക്കുന്ന, അവ രണ്ടാളെയും പിൻപറ്റുന്ന ഒരാള് ഇവ രണ്ടാളെയും സ്വപ്നം കാണുകയാണ്. മരണത്തിന്റെ ശേഷം മഹാന്മാരെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോഴൊക്കെ അതിലൂടെ അള്ളാഹു പല അത്ഭുതങ്ങളും പല വിഷയങ്ങളൊക്കെയും പിൻഗാമികൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത എത്രയോ സന്ദർഭങ്ങൾ, എത്രയോ സംഭവങ്ങൾ ചരിത്രകാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അങ്ങനെ ഇവ രണ്ടാളും, ഈ രണ്ടു മഹാന്മാരും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇവ രണ്ടാളുടെ ആഖിറം ജീവിതം അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിൽ രണ്ടാളും സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭമാണ് അയാൾ കാണുന്നത്. നല്ലൊരു രീതിയിലാണ് ഇവ രണ്ടാളെയും കാണാൻ സാധിച്ചത് അദ്ദേഹത്തിനിക്ക് വല്ലാത്ത സന്തോഷമായി. ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ഈ രണ്ട് വലിയ മഹാന്മാർ സ്വർഗത്തിലേക്ക് കടക്കുന്നവരാണല്ലോ, അപ്പൊ സ്വർഗാവകാശികളാണല്ലോ. അങ്ങനെ അവർ രണ്ടാളും സ്വർഗത്തിലേക്ക് കടക്കുന്ന ആ സന്ദർഭമാണ് അദ്ദേഹത്തിലേക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ ഒന്നും കൂടി ശ്രദ്ധിക്കുകയാണ്, ഇവർ രണ്ടാൾ ഏതായാലും സ്വർഗത്തിലാണ് എന്നത് ശരിയാണ്, പക്ഷെ ഇവരിൽ രണ്ടാളിൽ ആരായിരിക്കും ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് ഇയാൾ ഒന്നും കൂടി ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുമ്പിലായിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ വാതിലടുക്കൽ അവിടെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. എന്റെ മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു മുമ്പിൽ കടക്കാനുള്ള കാരണം, രണ്ടാമതായി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആവാനുള്ള കാരണം എന്താണ്? അങ്ങനെ കുറെ പരിശോധിച്ച് കുറെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോഴാണ് അദ്ദേഹത്തിനിക്ക് മനസ്സിലായത്. ഇമാം യാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുകൾ പറയുന്നത് കാണാം, വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട വിഷയമാണ്. മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് ഒന്നാമതായി കടക്കാനുള്ള കാരണം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു രണ്ടാമതായി കടക്കാനുള്ള കാരണം, മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹുവിനിക്ക് അവിടുത്തെ ദുന്യവിയായ ജീവിതത്തിൽ ഒറ്റ ഒരു കമീസായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനിക്ക് 2 കമീസ് അവിടെ നിന്ന് ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാർ പറയുന്നത് കാണാം. അപ്പൊ ബഹുമാനപ്പെട്ടവർക്ക് 2 കമീസ് ഉള്ളതിനേക്കാൾ ഉള്ള കാരണത്താൽ മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒന്നും കൂടി ചോദ്യത്തിനിക്ക് അവിടെ ഉത്തരം പറയേണ്ടി വന്നു. അപ്പൊ കുറച്ചൊക്കെ അവിടെ ഹിസാബുകൾ, കണക്ക് ചോദ്യങ്ങളൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കണക്കൊന്നും മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹുവിനിക്ക് ഇല്ലാത്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ടവര് ഒന്നാമതായി സ്വർഗത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. 10 കമീസോ അല്ലെങ്കിൽ 15 കമീസോ ഒന്നുമല്ല, കേവലം 2 കമീസ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒന്നും കൂടി 1 കമീസ് അധികമായി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും അതിന് കണക്ക് ചോദ്യമാണ്. അതിൻ്റെ കണക്ക് കൊടുത്തിട്ടേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു വലിയൊരു സന്ദർഭം, വലിയൊരു അത്ഭുതം, വലിയൊരു ചിന്തിക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. എത്രമാത്രം നാം അള്ളാഹുവിനോട് കണക്ക് കൊടുക്കേണ്ടി വരും, എത്രമാത്രം ഇസ്രാഫായ സ്വത്തുക്കൾ നമ്മുടെ കയ്യിലുണ്ട്, വസ്തുക്കളുണ്ട്, വസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെയും റബ്ബ് നമ്മളോട് ചോദിക്കില്ലേ? ഇനി നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായാൽ പോലും അതിനൊരു ഗ്യാരണ്ടിയുമില്ല. എന്നാലും എത്രമാത്രം റബ്ബിനോട് കണക്ക് ചോദിക്ക് തീർന്നതിൻ്റെ ശേഷം, അള്ളാഹുവിന് ഉത്തരം നൽകിയതിൻ്റെ ശേഷമല്ലേ എത്ര കാലം നിൽക്കേണ്ടി വരും? വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബില്ലാത്ത സ്വർഗത്തിൽ കടക്കുന്ന ആ നല്ലവരിൽ അല്ലാഹു നമ്മെ
പെടുത്തുമാറാവട്ടെ. അവൻ ഹിസാബ് ചെയ്താൽ നമ്മൾ കുടുങ്ങും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.